ഹിന്ദി ഒട്ടും അറിയാത്തവർക്ക് വേണ്ടി ഒരു ഹോസ്പിറ്റലിൽ ചെന്നിരിക്കുകയാണ്. ഡോക്ടറോട് സംസാരിക്കേണ്ട ഒരു ഗതി വന്നിരിക്കുകയാണ്. ബോത്ത് ബുഖാർ ഹേ മുझे, ബോത്ത് ബുഖാർ ഹേ, ബുഖാർ തന്നെ പനിയുണ്ട്. ബോത്ത് ബുഖാർ ഹേ, സർ पर दर्द हो रहे और जुकाम भी हैं, സർ पर दर्द हो रहे, എനിക്ക് തലവേദനയുണ്ട്, ജുക്കാം भी हैं, ജലദോഷവുമുണ്ട്, और बॉडी पेन भी हो रहे, ബോഡി പെയിൻ ഇംഗ്ലീഷ് വാക്ക് തന്നെയാണ് അവർ ഉപയോഗിക്കുള്ളൂ. ബോഡി പെയിൻ ബി ഹോരെ, ഹോരെ എന്ന് പറഞ്ഞാൽ ആകുന്നുണ്ട്, അതായത് എനിക്ക് ശരീരമാകെ വേദനയുണ്ട്. അച്ഛാ ബുഖാറേ. അപ്പോൾ ഡോക്ടർ ചോദിക്കും കിത്തന ദിൻ സെ ഹുവാ ജനാബ്, കിത്തന ദിൻ സെ ഹുവാ, എത്ര ദിവസമായിട്ടുണ്ട്? പത്താനെ 2 दिन से हुआ है, 2 ദിവസമായിട്ട് പനിയുണ്ട്. ഓക്കെ, തോടെ ദവായി ദീജിയെ ജനാബ്, തോടെ ദവായി ദീജിയെ സർ, ദവായി ദീജിയെ. दवा എന്ന് പറഞ്ഞാൽ മരുന്ന്, മെഡിസിൻ. ദവായി എന്ന് പറഞ്ഞാൽ മെഡിസിൻ, മെഡിസിൻ തരും. ഓക്കെ, ചെക്ക് കरूं मैं आपका बीपी, ചെക്ക് करूं मैं आपका बीपी, ചെക്ക് करूं मैं, ഞാൻ നിങ്ങളുടെ BP ഒന്ന് ചെക്ക് ചെയ്യട്ടെ. आपका शुगर कैसे है? शुगर എന്ന് പറയുന്നത് അതന്നെ. शुगर कैसे है? नहीं शुगर नहीं है मुझे, डायबिटीज पेशेंट नहीं हूँ मैं, ഞാൻ എനിക്ക് शुगर ഇല്ല. ओके अच्छा, अब ऐसा करें, आप ठंडा पानी मत पी लीजिए, ठंडा पानी मत पी लीजिए, നിങ്ങൾ ഒരിക്കലും തണുത്ത വെള്ളം കുടിക്കരുത്. आपका कोल्ड से आए हुए हैं, सर्दी की वजह से, सर्दी ना तड़प, सर्दी की वजह से ये बुखार आ गया, इसलिए ख्याल रखिए. सर्दी के वजह से, തണുപ്പ് കാരണമാണ് നിങ്ങൾക്ക് ഇതുണ്ടായിരിക്കുന്നത്. സഹി തറ ഖയാൽ രഖിയേ, നന്നായി ശ്രദ്ധിച്ചോളൂ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കുറേ വാക്ക് പഠിച്ചു. ബുഖാർ പനിയാണ്, അതുപോലെ തന്നെ നമ്മൾ ദർദ് എന്ന വേദന, എല്ലാ വേദനയ്ക്കും അത് പറയും. സർപ്പർ ദർദ് പറഞ്ഞാൽ തലവേദന. അതുപോലെ തന്നെ നമ്മൾ മറ്റേ എന്ത് പറഞ്ഞല്ലോ, ജുക്കാം എന്ന് പറയുന്നത് എന്താണ്? ജലദോഷമാണ്, കോൾഡാണ്. ഇതുള്ള കുറേ വാക്കുകൾ നമ്മൾ പഠിച്ചു. ദവാ, ദവായി, ദവായി, ഉറുദു അറബിയൊക്കെ ഏകദേശം ഹിന്ദി ഒരുപോലത്തെ വാക്കുകൾ അതൊക്കെ. ദവായി ലിയേ, ദവായി ഹേ, അപ്പോൾ ദവായി ലേനാ ഹേ, സഹി തറ ദവായി ഖാനാ ഹേ, ദവായി ഇതെന്തായിരിക്കണം? മെഡിസിൻ നിങ്ങൾ സഹി തറ ഉപയോഗിക്കണം, ഇസ്തിമാൽ കർണാൻ ഉപയോഗിക്കുക. ഓക്കെ, അതേപോലെ തന്നെ നമ്മളിവിടെ പിന്നെ പഠിച്ചെന്താണ്? ठंडा पानी मत पी लीजिए, ठंडा पानी കുടിക്കരുത്. सर्दी के वजह से, सर्दी के वजह से എന്ന് പറഞ്ഞാൽ തണുപ്പ് കാരണം, ക്ലൈമറ്റ് തണുപ്പ് കാരണമാണ് ഇത് വന്നത്, അതിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, आपका धन्यवाद. इतना देर हम बहुत चीज़ें ബാധിച്ചു ആപ്പസ് മേ, നമ്മൾ കുറേ കാര്യങ്ങൾ തമ്മിൽ സംസാരിച്ചു. അതൊക്കെ നിങ്ങൾ പഠിക്കുക. ഹിന്ദി ഭാഷ ഹിന്ദിക്കാരെ പോലെ പഠിക്കുവാൻ നിങ്ങൾ ഫോളോ ചെയ്യുക. ധന്യവാദ്. ആപ്കാ ബഹുത് ശുക്രിയ.